നിന്റെ ഹസ്ബൻഡ് നല്ല കെയറിങ് ആണ്, അവൻ നിന്നെ വെച്ച് എല്ലാം നേടുകയാണ്. നീ കൊറേ നേടുന്നുണ്ടല്ലോ. എന്നെ വെച്ച് എന്താ നേടാനുള്ളത്? അല്ല എനിക്കറിയില്ല. ആരും പണിയൊന്നും കൊടുക്കാത്തോണ്ട് എന്റെ കൂടെ കൂടിയിരിക്കാം, വല്ലതും തിന്നും കഴിച്ചു പോക്കട്ടെ ഞാനും വിചാരിച്ചു. ആൾക്ക് ജോലിക്ക് പോയിട്ടാണ് കാശ് ആളുണ്ടാക്കുന്നത്. എന്ത് ബിസിനസ്? ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് എന്നെ മര്യാദക്ക് എന്നെ ഇതുവരെ നോക്കിയാണ്. പിന്നെ എന്തിനാ എന്നെ വെച്ച് കാശ് ഉണ്ടാക്കണേ? എനിക്ക് നമുക്ക് അഭിമാനമല്ലേ വലുത്. റീച്ച് നേടി, എന്ത് ഒളിച്ചു നോടി റീച്ച് നേടി. പക്ഷെ നിങ്ങൾ ഭയങ്കര റീച്ചാണ്. നമ്മള് പ്രാങ്ക് കൊണ്ട് രക്ഷപ്പെട്ടല്ലേ. റീച്ചിന് വേണ്ടി ആരും ഒളിച്ചോടില്ല. ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞാണ്, കണ്ടവർക്കൊക്കെ അറിയാം. അതുപോലെ ഇപ്പൊ കുഞ്ഞൻ ചെറുപ്പത്തിൽ പറയണേക്ക, ഞാൻ ഒളിച്ചോടില്ല, ഒളിച്ചോടാണ്ടാണ് കല്യാണം കഴിക്കുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ നിന്ന ഒരാളാണ്. ഞാൻ ഓർക്കുന്നു. ഫ്ലാഷ് ബാക്ക്. ചേച്ചി പോയി എനിക്ക് പോകേണ്ടിരുന്നോളുന്നില്ല. അത് ഞങ്ങൾ അന്നത്തെ ഒരു സാഹചര്യം, സിറ്റുവേഷൻ, അതൊക്കെ നമ്മുടെ യോഗം. ഞങ്ങളുടെ രണ്ടാളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആദ്യം ഒരു ഒളിച്ചോട്ട കല്യാണം ഉണ്ട്. കുടിൽ വ്യവസായത്തിന്റെ ലോണും കൂടി അപേക്ഷിക്കാൻ വയ്യ. അടുത്തത്, അവൻ യൂട്യൂബ് ചാനലായിരുന്നു നിന്നേക്കാൾ കൂടുതൽ ആവശ്യം. മനസ്സിലാക്കി കളഞ്ഞല്ല. അങ്ങനത്തെ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള എനിക്കതില്ല. കാരണം എന്റെ ലക്ഷ്യമൊക്കെ വേറെ, സിനിമ, വൈബ്, എഡിറ്റിംഗ്, ക്യാമറ. ആശാനെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. കുഞ്ഞൻ വന്നപ്പോ എനിക്കത് പാഷനായി മാറിയതാണ്. കള്ള ലക്ഷണം എന്റെ മുഖത്ത്, കള്ള ലക്ഷണം. ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. ഇപ്പൊ കുറച്ചൊക്കെ ബുദ്ധി എനിക്കും ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു കൊല്ലം നമ്മുടെ ഭർത്താവിനോട് ജീവിച്ച നമുക്ക് അറിഞ്ഞൂടെ ആൾക്ക് കള്ള ലക്ഷണം ഇല്ലെന്ന്. ഇപ്പൊ എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. എന്താണ് ഈ മനുഷ്യന് കള്ള ലക്ഷണം തോന്നണേ? പിന്നെ പെണ്ണ് പിടിയ ഇവിടെ ഒരു ആളെ പെണ്ണ് വാങ്ങി നോക്കാനോ ഒന്നും പോകണില്ല. ഇന്ന് ആദ്യമായിട്ടാ ഒരു പെണ്ണിനെ ഇങ്ങനെ നോക്കണം. എന്റെ ഭർത്താവിനെ അഭിനയിച്ച് സ്നേഹിക്കണമെന്നില്ല. എന്ത് പ്രഹസനമാണ് സജി. എന്റെ ഭർത്താവിന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. വിശ്വാസം വാക്കുകളിലല്ല, മാന്യമായ പ്രവൃത്തിയിലാണ് വേണ്ടത്.